ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിത് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കഴി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുന്നത് നമ്മൾ സാധാരണ മാങ്ങ അച്ചാറിന് അരിയും പോലെയല്ല, ഇത്തിരി നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയെ ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിലുകിലാന്നൊരു സൗണ്ട് വരും. അപ്പോഴും നമുക്ക് മാങ്ങയെ കോരിയെടുക്കാം. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇത് എടുത്തതിന് ശേഷം ഇതിൻ്റെ മാങ്ങയിലുള്ള എണ്ണയെല്ലാം നമ്മൾ മാറ്റണം. ഒന്നീ വെള്ള തുണി വിരിച്ച് അതിലിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ടിഷ്യൂ പേപ്പറിലാവുമ്പോൾ എണ്ണയെല്ലാം ആ ടിഷ്യൂ പേപ്പറിൽ പിടിച്ച് പോകും. ചീനച്ചട്ടിയിലുള്ള എണ്ണയെ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു, 1 സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു, 1 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുത്തത്. ഈ കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടില്ല. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്റ്റൗ കത്തിച്ച് വെച്ച് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് ഏറ്റവും സിമ്മിലാക്കി വെച്ചാണ് വറുത്തെടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് വറുത്തെടുത്താൽ മതി. ഇത് മുളകെല്ലാം വറുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു വരില്ല. അതിൽ മുളക് പൊടി എല്ലാം കൂടി ഒന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാങ്ങ വറുത്ത് വെച്ചിരുന്ന ആ എണ്ണ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമ്മൾ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കണം. കുറേശ്ശെ മിക്സ് ചെയ്യുന്നത് ഒരു 15-20 മിനിറ്റ് നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. ഇതാണ് അതിൻ്റെ പരുവം. എത്ര വർഷമായാലും ഇത് പുറത്ത് വെച്ചിരുന്നാൽ പോലും ഒന്നും ചെയ്യില്ല. നല്ല ഒരു അച്ചാറാണ്. നിങ്ങൾക്ക് മാങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇതുപോലെ ഇട്ട് വെച്ചിരുന്ന വളരെ നല്ലതാണ്. എണ്ണ മാങ്ങ അച്ചാർ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.